ഹലോ ഗായ്സ്, ഇത് വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ചാർജ് കഴിഞ്ഞപ്പോൾ ഓഫായിപ്പോയി. അപ്പോൾ നമ്മൾ സെക്കൻഡ് പാർട്ട് ഫസ്റ്റ് പാർട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ബാക്കി സെക്കൻഡ് പാർട്ട് ചിലപ്പം തേർഡ് പാർട്ട് വരും. ചിലപ്പോൾ കേട്ടോ. അയ്യോ ഇവിടെ ഒന്ന് കൊള്ളായിട്ടുണ്ട്. റെഡി ആക്കണം. ഇത് സെറ്റാക്കി പാട് തന്നെ അങ്ങനെ ചെയ്യണ്ടൊക്കെ ഒരു ഐഡിയ ഉണ്ട്. പിന്നെ ചെയ്യുന്നുണ്ട്. പക്ഷെ മുല്ല കാണൂല. മുല്ലപ്പൂവിന് പണിയായി. ഈ സാധനമാണ് എല്ലാം മാങ്ങട്ടതിന്. നിങ്ങളെ ഇവിടെ എന്താ പറയാ കമന്റ്. ഇവിടെ നമുക്ക് തയ്യലിന്റെ സാധനം തീരെ സ്പേസ് ഒന്നുമില്ല. ഇവിടെ തയ്യലിന്റെ സാധനങ്ങൾ കൊണ്ട് ഇപ്പുറത്ത് ഇതാണ്. ആകെ നമുക്ക് ഇത്ര ഒരു സ്ഥലമുള്ളൂ. പിന്നെ ആൾക്കാർ ഇങ്ങനെ വീഡിയോ എടുക്കാൻ ഇത് ഡാൻസ് കളിക്കാൻ അറിയില്ല. ഫസ്റ്റ് സാധനം എന്താ ചെയ്യാ ഗൈസ്? 2 കുപ്പി ഉണ്ടാവും. എനിക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ് 2 കുപ്പി ഉണ്ട്. ഇത് ഇത് ഉള്ളത് ഇത് ഇഞ്ചത്. പണിയാണ്. അപ്പോൾ ഗൈസ് എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണണം. എന്താണ് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്ന നല്ല പണിയാണ് കേട്ടോ. അടുത്തത് ഏത് വീഡിയോ ഇടണ്ടെന്ന് പറയണം, അത് ഇടാം. ഗൈസ് ഇവിടെ ഇരുന്ന് ചെയ്യുമ്പോൾ നല്ലൊരു രസം ഉണ്ടാവും. നോക്കണ്ട അവിടെ കേട്ടോ. അങ്ങനെ ഞാൻ ചെയ്യാൻ വിചാരിച്ച അവിടെയൊക്കെ ടാപ്പ് ഉണ്ടാവും ടീച്ചർ. അപ്പോൾ ഗൈസ് ഞാൻ ചെയ്യാൻ വിചാരിച്ചൊരു സ്റ്റൈൽ ഐശ്വര്യ മനസ്സിലായി. അപ്പുറത്ത് ഇവിടെ ടാപ്പ് ആവശ്യമുണ്ട്. അപ്പം നമുക്കൊരു പീസ് ഓഫ് ടാപ്പ് ചീന്തി കൊടുക്കാം. നല്ല പണിയാട്ടത്. അതായത് ഞാൻ അത് ഒട്ടിക്കാൻ പോയില്ല. ഇതാണ് മുല്ലപ്പൂ, കണ്ടില്ലേ? തലമ്മലൊക്കെ നമുക്ക് ഇങ്ങനെ ഒട്ടിക്കാം. അപ്പം അത് നിങ്ങളവിടെ എന്താ പറയാന്ന് പറയട്ടോ. എല്ലാവരും മുല്ലപ്പൂ എന്നാവും പറയാ. ചില നാട്ടെ ചിലവര് അതിന് മുല്ല അങ്ങനൊക്കെ പറയുമല്ലോ. മുല്ലപ്പൂ. വൃത്തിയായിണ്ട്. രണ്ട് ഭാഗത്തും പൊട്ടിച്ചോ. അങ്ങനെ കീറണം. ഈ ടപ്പ് സിമ്പിൾ ആയിട്ട് കീറാം കേട്ടോ. ഇത് നല്ല സിമ്പിളായിട്ട് ഇങ്ങനെ കീറാനൊക്കെ പറ്റുന്നതാണ്. നല്ല എന്ന് വെച്ചിട്ട് ക്വാളിറ്റി നല്ല ഉണ്ട് കേട്ടോ. ക്വാളിറ്റി ഇത് ഐഷ് ഗൾഫിൽ നിന്ന് കൊടുന്നതാ. ഇത് ഐഷ് ഷാർജയിൽ നിന്ന് കൊടുന്നതാ കേട്ടോ. കാരണം ഐഷ് എത്രയോ ദിവസം ഷാർജയിലായിരുന്നു. കുറേ വർഷങ്ങൾ ഷാർജയിലായിരുന്നു. ഇപ്പോൾ പിന്നെന്തോ അവളിങ്ങോട്ട് വന്നതാണ്. അവളമ്മയും അവളെ സിസ്റ്ററും ബ്രദറും വന്നിട്ടാ ഓള് വന്നു.
അവളെപ്പോ വെച്ച് ബാക്കി എല്ലാരും വന്ന്. അല്ല എൻ്റെ ഒപ്പം വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ വന്നതിൻ്റെ ശേഷം വന്ന്. അപ്പോൾ ഗൈസ് ഇതാണ് ഞങ്ങളുടെ ലുക്ക്. എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യണേ. അത് മാത്രല്ല ഇനി നമുക്ക് ഇവിടെയാണ് ഡാൻസ്. ആള് ഇവിടെയാണ്. ആള് ഇപ്പോഴും വന്നിട്ടില്ല. ആള് വരണവരെ നമുക്ക് കാട്ടുന്നില്ല. ഇനി അപ്പത്തേനും കോസ്റ്റ്യൂം റെഡി ആക്കണം. കാരണം വെള്ളിയാഴ്ച ആയതുകൊണ്ട് ജുമ ഉണ്ട്. ജുമ ആയാല് പിന്നെ ഇമ്മമാര് ഫോൺ എടുക്കാൻ സമ്മതിക്കില്ല. അപ്പത്തിന് മുന്നേ ഫോണ് കിട്ടുന്ന ടൈമിൽ ഫുൾ ഞങ്ങൾക്ക് അത്ര വീഡിയോ എടുക്കാൻ അറിയില്ലെങ്കിലും പറ്റണ പോലൊക്കെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ക്രാഫ്റ്റ് ചെയ്യുമ്പോഴും ചെയ്യും. ക്രോഷറ്റ് അടക്കങ്ങൾ കൂടുതൽ ചെയ്യാം. കുറേ സംഭവങ്ങൾ ഇത് ചെയ്തത് കാണിച്ചു തരാം. ഞാനും അവള് ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ. ഞാൻ ഇതാ ഒരു ഗ്രീൻ യാണായിട്ട് ഉണ്ടാക്കിയൊരു ഹാർട്ട്. പിന്നെ ഇത് നമ്മൾ ഇങ്ങനെ ആക്കി വരുമ്പോൾ ഒരു ഫ്ലവറായി വരും. ഇങ്ങനത്തെ ഒരു പാറ്റേൺ ആണ്. കണ്ടില്ലേ, ഫ്ലവറായി വരും. പിന്നെ ഇതും ഒരു 5 പെറ്റൽ ഫ്ലവറാണ്. പിന്നൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പം ഇവിടെ നല്ല ചൂടാട്ടൊന്നും ഇറങ്ങിയാൽ തന്നെ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തണുത്ത വെള്ളമാണ്. പുറത്തേക്ക് ഇതിപ്പോ തണുത്ത വെള്ളപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ചൂടുവെള്ളം ആവുന്നുണ്ട്. അതാണ് പ്രശ്നം. പുറത്തൊക്കെ നല്ല ചൂടാണ്. നിങ്ങളവിടെ തണുപ്പാണോ ചൂടാണോ കമന്റ് ചെയ്യാൻ മറക്കണ്ട. വൈകുന്നേരമല്ലേ നമ്മൾ കളിക്കുക. വൈകുന്നേരം നല്ല മഴയോ. ഈ ടൈം നിങ്ങൾക്ക് കാണേണ്ടത്. നമുക്ക് നല്ല വെയിലാണ്. അപ്പോൾ ഉച്ചക്ക് ശേഷം എൻ്റെ ഒരു കസിന് വരുന്നുണ്ട്. എന്താണ് ആ മുല്ലൻ്റെ ഭാഗം കണ്ടില്ലേ, ഇതുപോലെ കാണില്ലേ, ആ 2 ഭാഗം പിടിച്ചിട്ട് ഒട്ടിച്ചോ. അപ്പം ഗൈസ് ഞങ്ങൾ വൈകുന്നേരം ആ ടൈമിലായിട്ട് ഷട്ടിൽ കളിക്കും. ഞങ്ങൾ മലപ്പുറത്താണ്. അല്ല, പൊന്നാനി ബോർഡർ ആയിട്ട് വരും. മലപ്പുറം എന്ന് പറയും. ഇവിടെ ലീവ് കിട്ടാൻ സ്കൂളൊക്കെ തന്ന മഴക്കാലല്ല. അപ്പൊ ലീവ് കിട്ടാൻ ഇനി സ്കൂളല്ല, എല്ലാവർക്കും ഇനി സ്കൂൾ തുറക്കാൻ പോവാണ്. അപ്പം മഴക്കാലാണ് ഇനി വരാൻ പോകട്ടോ. നല്ല പണിയാണ് കേട്ടോ ലീവൊക്കെ കിട്ടാൻ. അപ്പം പക്ഷെ തൃശ്ശൂര് ഇതിലൊക്കെ എപ്പോഴും ലീവ്. തൃശ്ശൂരിലൊക്കെ നല്ല സുഖമാണ്. എൻ്റെ ഒരു കസിൻ ഉണ്ട്, അവളിപ്പോൾ പോയി സലാല ആണ്. അപ്പം എന്താണ് ഞങ്ങളിങ്ങനെ സ്കൂളിൽ പോകുന്ന ടൈമിൽ അവൾക്ക് മെസ്സേജ് അയക്കട്ടെ. അപ്പോൾ പറയും എനിക്കൊന്നും സ്കൂളില്ല അങ്ങനെ പറയും. പിന്നെ പിറ്റേ ദിവസം നോക്കുമ്പോൾ അവൾക്ക് സ്കൂളിൽ. ഞങ്ങളപ്പോൾ വിചാരിക്കും നമ്മളപ്പോൾ തൃശ്ശൂരിലായാൽ മതിയായിരുന്നു. അപ്പല്ലേ, പക്ഷെ അവിടെ നല്ല ചൂടുണ്ടാവും കേട്ടോ. അവിടെ നല്ല ചൂടാണ്. മഴക്കാലത്ത് നല്ല മഴ, ചൂടായിട്ട് നല്ലൊരു കുറച്ച് പേടിയുള്ള സ്ഥലമാണ്. അവിടെ അങ്ങനെ നല്ല സ്ഥലങ്ങളാണ് കേട്ടോ, പേടിയില്ല. പിന്നെ നിങ്ങൾക്ക് ഇനി ജൂൺ 1 ഞാൻ ജൂൺ 1 സ്കൂൾ തുറക്കുക. ഞാൻ 4ാം ക്ലാസ്സിലേക്കാണ്. ഞാൻ സീഡാണ് പലമ്പാട് സ്കൂളിൽ ചെമ്പയിലാണ്. സിഎംഎം എന്നും പറയും. അതിന് അവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ, ചെമ്പൈ സ്റ്റോപ്പ്. അപ്പം അതിനങ്ങനെ വിളിച്ച് ചെമ്പൈ സ്കൂൾ എന്നാണ് പറയാം. പക്ഷേ CMM UP സ്കൂളിൽ നിന്നാണ്. ഞാൻ ഈ 60ക്കാണ്, ആരിക്കാണ്. ഞാൻ 4ക്ക്. അപ്പോൾ ഞങ്ങൾ തമ്മിലൊരു വയസ്സിൽ ഒരു വയസ്സ് വ്യത്യാസം. ക്ലാസ്സിൽ 11, 10. ക്ലാസ്സിലൊരു 2 ക്ലാസ്സിൻ്റെ വ്യത്യാസം. 4ലല്ലേ 5, 6. ഓക്കെ ഗൈസ്, സംഭവം ഞങ്ങൾ റെഡിയാക്കി കമൻറ്റ് ചെയ്യട്ടോ. സംഭവം എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ ഞങ്ങൾ ജസ്റ്റ് ഓൾ 5ൽ ഞാൻ 6ലെത്തണ്ട. നിങ്ങൾ എന്താ ഇടാത്ത, നിങ്ങൾ കമന്റ് ചെയ്യണം എന്തിനി അടുത്ത വീഡിയോ എന്താണ് ചെയ്യുന്നത്. എന്ത് ചെയ്യോ, നിങ്ങളെന്താ കമന്റ് ചെയ്യാത്ത, കമന്റ് ചെയ്യണം കേട്ടോ. ഒറ്റ കമന്റ് പോലും ഇടാറില്ല. കമന്റ് ഇടണം കേട്ടോ. എല്ലാവരും ലൈക്കും ചെയ്യണേ. ലൈക്ക് ചെയ്തിട്ട് കാണുക. നമുക്ക് എന്താണ് വ്യൂസ് കിട്ടിയിട്ടുണ്ട്. ലൈക്ക് കുറച്ച് 7 ആയിട്ടുണ്ട്. കമൻറ്റ് നിങ്ങൾ ഇടണം കേട്ടോ. കമൻറ്റ് ഇടണേ, എങ്ങനെയുണ്ട് വീഡിയോസ് ഇടണം. പിന്നെ ഇപ്പോഴും വന്നിട്ടില്ല കേട്ടോ ആൾക്ക് ഒരു രാവിലെ പോയതാണ്. രാവിലെ അപ്പോൾ പോയതാണ്.
ഒരു 9. ചെറുതാണ് കേട്ടാ, 6 വയസ്സായിട്ടുള്ളൂ. അല്ല 7 ആ 7 വയസ്സായിട്ടുള്ളൂ. അല്ല 7 വയസ്സായിട്ടുള്ളൂ. കുറച്ച് ബഹരിയാണ് അവൾ. അറിയില്ല കേട്ടോ അവൾക്ക് എത്ര വയസ്സായി ശരിക്കും അറിയില്ല. കാരണം അവളെ ബർത്ത്ഡേ അപ്പം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം 6 എന്ന് പറയണ 7 എന്ന് പറയണമെന്ന് നമുക്കറിയില്ലല്ലോ. ഈ മാസം 6-ാം തീയതി കഴിഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്കൊക്കെ സ്കൂൾ തുറക്കാനായി വിചാരിക്കുന്നുണ്ട്. നിങ്ങളവിടെ എല്ലാവരും സ്കൂളിലത്തെ സാധനങ്ങളൊക്കെ വാങ്ങിയോ? ഞാന് അല്ല കേട്ടോ. അപ്പൊ ഗൈസ് ഞങ്ങളൊക്കെ വാങ്ങിന്റെ ബാഗാണ് അത് കേട്ടോ. അവിടെ ഇരിക്കണേ എൻ്റെ സിസ്റ്റർ ചെറുത് അതിൻ്റെ ഒരു ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും ഞങ്ങള് കൂടി ഉണ്ടായിരുന്നു, പക്ഷെ കിട്ടിയില്ല. അപ്പൊ ഞങ്ങള് വൈകുന്നേരം ആ ടൈമിൽ ഞങ്ങൾ ഇടും ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന്റെ. കാണാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം ഞങ്ങൾക്ക് ഒരു കസിൻ വരുന്നുണ്ട്. ഇവിടെ കുറെ സ്കൂട്ടേഴ്സ് വരുന്നുണ്ട്. പക്ഷെ സ്കൂട്ടറിന് വെച്ചാൽ ഉപ്പാൻ്റെ കൂടെ ആട്ടാ പോയിക്കണേ. അല്ല ഒറ്റക്ക് ഒറ്റക്ക് വേണമെങ്കിൽ പോലീസ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങളിപ്പോ ഇമ്പോസ്റ്റർ പറയല്ലേ? കാരണം നമ്മൾ 2-3 ആൾക്കാരുള്ളൂ. അപ്പൊ 2 ആൾക്ക് മനസ്സിലാവുമല്ലോ ഇപ്പൊ ഇയാളാണെന്നൊക്കെ. 4 ആൾക്കാർക്ക് ഓക്കെ. എന്റെ കസിന്റെ അവള് ചിലപ്പോഴേ വരുള്ളൂ. അവൾക്ക് ഇങ്ങനെ ഇഷ്ടമല്ല കേട്ടോ വീഡിയോയില് വരണത്. അപ്പൊ വീഡിയോ ഒക്കെ പറഞ്ഞാ വരില്ല. ഇനി വന്നാലും പറ്റില്ലല്ലോ, കാരണം എപ്പോഴും അവര് വേണ്ടേ. എന്റെ സിസ്റ്റർ മനസ്സിലും എപ്പോഴും വരില്ല, മാറ്റി ചെറുതല്ലേ അപ്പം എപ്പോഴും വരില്ല. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളോളെ ഡാൻസിന്റെ സ്ഥലത്ത് ചിലപ്പോ ഞങ്ങൾ ചാനലിന്റെ പേര് വായിച്ചെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇങ്ങനെ കുറെ ഉള്ളൊരു ചാനലിന്റെ പേരാണ് കുറെ തെരഞ്ഞിട്ടാ കിട്ടുക. അതുകൊണ്ട് ആദ്യം ഞങ്ങൾ തുടങ്ങാന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾക്ക് പേടി ഇങ്ങനെ ഇതുണ്ടാവില്ല തുടങ്ങുമ്പോ. പിന്നെ ഞങ്ങളെ പേരെന്ന് വിചാരിക്കണത് ദ വെൽവെറ്റ് ഗേൾ. ചിലപ്പോ അതാവുന്ന ഞാൻ നിങ്ങളുടെ അടുത്ത വീഡിയോയിൽ എന്തായാലും പറയൂ. അല്ലെങ്കിൽ ഞങ്ങള് കുറച്ച് പേര് പറയായിട്ടൊന്ന് നിങ്ങൾ സജസ്റ്റ് ചെയ്തോ. അല്ലെങ്കിൽ അല്ല ഞങ്ങൾ ലാസ്റ്റ് പേര് ഈ വീഡിയോ ചാനലിന്റെ പേര് മാറ്റേണ്ടെന്ന് പറയുക. ഒരു ചാനലിന്റെ പേര് നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി കേട്ടോ. കുട്ടികളും കിട്ടും. ഇപ്പൊ അല്ല കേട്ടോ, ഇനി അതുപോലെ എത്ര നെയിംസിന്റെ യൂട്യൂബ് കിട്ടാതിരുന്നാൽ മതി. കടൽ ക്ലൗഡ് അതൊക്കെ ഒന്നേ ഉള്ളൂ അല്ലേ? ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു നെയിം വേണമെന്നാണ് ഞങ്ങൾ ആഗ്രഹം. നിങ്ങൾ പറയും ഇങ്ങനത്തെ ഇടേണ്ടതെന്ന് കേട്ടോ. നല്ല ആർക്കും ഇല്ലാത്ത ചാനലിന്റെ പേര് ഞങ്ങൾ ഏറ്റവും ഫേവറേറ്റ് ക്രാഫ്റ്റിന്റെ ഏറ്റവും ഫേവറേറ്റ് യൂട്യൂബ് ചാനലാണ് കടൽ ക്ലൗഡ്. ഇത് കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. അപ്പൊ ഗൈസ് നിങ്ങൾക്ക് ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമന്റ് ചെയ്യട്ടോ. ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ഇഷ്ടപ്പെടാതിരിക്കും. നല്ല ചൂടാട്ടോ ഇത്. ഞങ്ങള് 2 ഷോർട്സും ഒരു വീഡിയോ ഞങ്ങൾ ഇന്നലെ അത് പോസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ ഷോർട്സില് ഫുള്ള് മറ്റെന്തിന്റെ എന്താ സോങ് ഗോൾഡ് എന്തോട്ടോ സോങ് ആയിരുന്നു. ഒരു ടൂണ് പോലത്തൊരു അപ്പൊ ഒരു ഗോൾഡ് ആൻഡ് സിൽവർ അങ്ങനെ ഒരു പാട്ട് പേരാണ്. അപ്പൊ ഒരു പകുതി എത്തിയപ്പം അതുകൊണ്ട് നിന്ന് ഗൈസ് ആ ടൂണ് കഴിയൂല. ടൈമർ വെക്കാൻ മറന്നുപോയി. എന്താണ് അപ്പൊ ഗൈസ് അപ്പൊ അവള് ചിലപ്പോ വരാനുള്ളൂ. ചിലപ്പോ ചാർജ് ഇല്ല. ചാർജ് എന്തായാലും ഒരു 16 ഉള്ളു. അതിന്റെ ഉള്ളിൽ വരാൻ ഇതിപ്പോ ചാർജ് ഡാൻസ് സെറ്റ് ചെയ്യായിരുന്നു. ചാർജ് തീർന്നാലും ഇപ്പൊ ചാർജ് നല്ല ലോ ആയാലും പകുതിക്കണ്ട് നിക്കും. അപ്പൊ നമുക്ക് ഫുള്ളും പറയാം. അതായിരുന്നു നേരത്തെ സംഭവിച്ചത്. ചാർജ് കഴിഞ്ഞ പകുതി. ഇതാണ് പാർട്ട് 2. ഇനി ഇത് കഴിഞ്ഞ് ഇങ്ങനെ സ്റ്റക്ക് ആയാൽ ഞങ്ങൾ പാർട്ട് 3 ഇടും. അല്ല അവള് വന്നാൽ ഞങ്ങള് അവളെ മേക്കപ്പ് ചെയ്യാ, ഡ്രസ്സ് ചെയ്യിപ്പിക്കാം. ഡ്രസ് എന്ന് വെച്ചാൽ ഒരു പാവാട അതില്ലേ, ടീഷർട്ട് പോലത്തെ അതാണ്. അതാദ്യം എടുത്ത് വെക്കണം. ഒരു ഓഫ് വൈറ്റ് കളറാട്ടോ. നല്ല പാർട്ടിന് ചേർന്ന ഒരു ഡ്രസ്സാണ്.
അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാൻ ഷോർട്സിലാട്ടോ അറിയുള്ളൂ, വീഡിയോസിൽ എഡിറ്റ് ചെയ്യാറില്ല. അതുകൊണ്ട് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാവും, ക്ഷമിക്കുക. അപ്പോൾ ഗൈസ് എന്താ ഇത്രേ ഉള്ളൂ, നിങ്ങളെ ബോറടിപ്പിക്കില്ല. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. ഇനി ഓള് വന്നിട്ട് നമുക്ക് പാർട്ട് 3 ഇടാം. ഇതാണ്ട് ഇത് ഞങ്ങൾ കളയുന്നില്ല എല്ലാവർക്കും. അപ്പോൾ അതുവരേക്കും ബൈ. ബൈ.